ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ NPV പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് നമ്മൾ ചെയ്യാണ്. അപ്പോൾ അതിൽ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഉള്ള ഒരു പ്രോബ്ലമാണ് ഞാൻ ഇപ്പോൾ ചെയ്യിപ്പിക്കാൻ പോകുന്നത്. ഇഫ് ദർ ഇസ് എ സ്ക്രാപ്പ് വാല്യൂ വരുന്ന സമയത്ത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളൊരു പ്രോബ്ലമാണ് നമ്മൾ ചെയ്യുന്നത് റിലേറ്റിംഗ് ടു NPV. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 10 നോക്കിക്കോളൂ. From the following information, calculate the net present value of the two projects and suggest which of the projects should be accepted assuming a discount rate of 10%. അപ്പോൾ ഡിസ്കൗണ്ട് റേറ്റ് എത്രയാണ്? 10% ആണ് നമ്മൾ എടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. PV ഫാക്ടർ എത്രയാണ്? 10%. അപ്പോൾ ഇവിടെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. രണ്ട് പ്രോജക്റ്റ് എക്സ് ആൻഡ് പ്രോജക്റ്റ് വൈയുടെ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ക്യാഷ് ഔട്ട്ഫ്ലോ അല്ലേ? അപ്പോൾ ക്യാഷ് ഔട്ട്ഫ്ലോ പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റ് കോസ്റ്റ് എത്രയാണ്? പ്രോജക്റ്റ് എക്സിന് വന്നിട്ട് 20,000, പ്രോജക്റ്റ് വൈന് വന്നിട്ട് എത്രയാണ്? 30,000. ദെൻ നെക്സ്റ്റ് വൺ എസ്റ്റിമേറ്റഡ് ലൈഫ്. പ്രോജക്റ്റ് എക്സിന് വന്നിട്ട് 5 ഇയേഴ്സും പ്രോജക്റ്റ് വൈന് വന്നിട്ട് എത്രയാണ്? 5 ഇയേഴ്സ്. അപ്പോൾ ഈ പ്രോജക്റ്റിന് ലൈഫ് പീരീഡ് എന്ന് പറയുന്നത് എത്രയാണ്? 5 ഇയേഴ്സ് ആണ് ബോത്ത് ദ പ്രോജക്റ്റ്. ഇനി സ്ക്രാപ്പ് വാല്യൂ പറയുന്നത് പ്രോജക്റ്റ് എക്സിന് വന്നിട്ട് 1,000, പ്രോജക്റ്റ് വൈന് പറയുന്നത് 2,000. എന്താ ഈ സ്ക്രാപ്പ് വാല്യൂ പറഞ്ഞു കഴിഞ്ഞാൽ? ദാറ്റ് ഈസ് ഈ പ്രോജക്റ്റ് എക്സിന് 5 ഇയേഴ്സ്, പ്രോജക്റ്റ് വൈന് 5 ഇയേഴ്സ് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഈ 5 ഇയേഴ്സിന് ശേഷം നമ്മൾ ഈ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന പ്രോജക്റ്റ് എന്തെങ്കിലും എക്യുപ്മെൻറ്റ്സ് മെഷീനറി അല്ലെങ്കിൽ ഈ പ്രോജക്റ്റ് വിൽക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന എന്താണ് ഫണ്ട് അല്ലേ? ഇപ്പോൾ മെഷീനറി ഒക്കെ കേട് വന്നു കഴിഞ്ഞിട്ട് അതിന് യൂസ്ഫുൾ ലൈഫൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ഉപയോഗിക്കാൻ പറ്റില്ല പറഞ്ഞിട്ട് നമ്മൾ വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് എമൗണ്ട് കിട്ടില്ലേ? ആ എമൗണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്ക്രാപ്പ് വാല്യൂ പറയുന്നത്. അപ്പോൾ പ്രോജക്റ്റ് എക്സിനെ വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് 1,000 കിട്ടും, പ്രോജക്റ്റ് വൈനെ വിറ്റ് കഴിഞ്ഞാൽ എത്ര കിട്ടും? 2,000. ദാറ്റ് ഈസ് 5 ഇയേഴ്സ്, ഈ 5 വർഷം യൂസ് ചെയ്തതിന് ശേഷം. The profit before depreciation and after taxes, that is cash inflow, that is income പറയുന്നത്. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്ന് പറയുന്നത് എത്രയാണ്? ഇവിടെ രണ്ട് പ്രൊജക്റ്റേയും തന്നിട്ടുണ്ട് ഫോർ 5 ഇയേഴ്സിൻ്റെ കേസ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കും, ഇയേഴ്സ് 1, 2, 3, 4, 5 ഇയേഴ്സിൽ തന്നിട്ടുണ്ട്. പ്രോജക്റ്റ് എക്സിൻ്റെയും വൈൻ്റെയും. പ്രോജക്റ്റ് എക്സിന് വന്നിട്ട് ഫസ്റ്റ് ഇയർ വന്നിട്ട് 5,000, പ്രോജക്റ്റ് വൈന് 2,000. ഇൻ ദ സെക്കൻഡ് ഇയർ പ്രോജക്റ്റ് എക്സിന് 10,000, പ്രോജക്റ്റ് വൈന് 10,000. തേർഡ് ഇയർ പ്രോജക്റ്റ് എക്സിന് 10,000, പ്രോജക്റ്റ് വൈന് എത്രയാണ്? 5,000. ഫോർത്ത് ഇയർ പ്രോജക്റ്റ് എക്സിന് 3,000, വൈന് 3,000. പ്രോജക്റ്റ് for the fifth year project X in 2,000, project Y in 2,000. So this is the income, that is cash inflow for both the project X and Y project. Cash inflow അല്ലെങ്കിൽ പ്രോഫിറ്റ് ആണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നെക്സ്റ്റ് നമ്മൾ സൊല്യൂഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇവിടെ സൊല്യൂഷനിലേക്ക് പോകുന്നതിന് മുൻപ് നമുക്ക് എന്താണ് നെറ്റ് പ്രസൻറ്റ് വാല്യൂ കാണുമ്പോൾ നമ്മുടെ ഫോർമുല എന്താണെന്ന് നമുക്കറിയാം. ദാറ്റ് ഈസ് ടോട്ടൽ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ മൈനസ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ ആണ് നമുക്ക് അറിയാം അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ സൊല്യൂഷനിലേക്ക് പോകും. നമുക്ക് ടേബിൾ വെച്ച് വേണം ഇത് ചെയ്യാൻ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, നമ്മൾക്ക് എത്ര കോളംസ് ആണ് വേണ്ട സൊല്യൂഷനിൽ. ഹെഡിങ് കൊടുക്കുക, കാൽക്കുലേഷൻ ഫോർ നെറ്റ് പ്രസൻറ്റ് വാല്യൂ പറഞ്ഞിട്ട് ഹെഡിങ് കൊടുക്കുക. ഇവിടെ നമുക്ക് കോളംസ് എത്ര എണ്ണം വേണം എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് കോളം ഫോർ റൈറ്റിംഗ് ദ ഇയർ, സെക്കൻഡ് കോളം ഫോർ ക്യാഷ് ഇൻഫ്ലോ ഓഫ് പ്രോജക്റ്റ് എക്സ്, തേർഡ് കോളം ഫോർ ക്യാഷ് ഇൻഫ്ലോ ഓഫ് പ്രോജക്റ്റ് വൈ, fourth column for writing the PV factor. E PV factor is common for both X and Y. Then next column പറയുന്നത്, that is fifth column for writing the present value of cash inflow of project X. Project X in the present value, cash inflow the present value. Then last column for writing the present value of cash inflow of project Y. Okay, നമുക്ക് അറിയാൻ വേണ്ടി വേണമെങ്കിൽ A B kind of formula apply ചെയ്യുമ്പോൾ C D E F പറഞ്ഞിട്ട് ഇങ്ങനെ കൊടുക്കാം. കാരണം ഇവിടെ പ്രസൻറ്റ് വാല്യൂ അപ്ലൈ ചെയ്യുമ്പോൾ ഫോർമുലാസ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. അപ്പം നമ്മളിവിടെ ഫസ്റ്റ് കോളത്തിൽ നമ്മൾ ഇയേഴ്സ് ആണ്. ഇവിടെ നമുക്കറിയാം എത്ര വർഷമാണ് ലൈഫ് ഓഫ് ദ പ്രോജക്റ്റ്? 5 ഇയേഴ്സ് ആണ്. അപ്പോൾ 5 ഇയേഴ്സ് ഇൻഫ്ലോ തന്നിട്ടുണ്ട്. സോ 5 ഇയേഴ്സ് നമ്മൾ 1 by 1 എഴുതാം. ഇനി സെക്കൻഡ് കോളം നമ്മൾ എന്താ ചെയ്യുന്നത്? പ്രൊജക്റ്റ് എക്സിൻ്റെ ക്യാഷ് ഇൻഫ്ലോ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇൻകം, റിട്ടേൺ അല്ലേ? പ്രോഫിറ്റ്. അപ്പോൾ പ്രോഫിറ്റ് ഇവിടെ തന്നിട്ടുണ്ട്. ഈ പ്രോഫിറ്റ് പ്രൊജക്റ്റ് എക്സിൻ്റെ പ്രോഫിറ്റ് ഇവിടെ നിന്ന് എന്ത് ചെയ്യുക? അവിടെ എടുത്ത് എഴുതുക. ഫസ്റ്റ് ഇയറിന് എത്രയാണ്? 5,000. സെക്കൻഡ് ഇയറിന് എത്രയാണ്? 10,000 നമ്മൾ എഴുതി. തേർഡ് ഇയറിന് 10,000. ഫോർത്ത് ഇയറിൽ എത്രയാണ്? 3,000. ആൻഡ് ഫോർ ദ ഫിഫ്ത്ത് ഇയർ ഇറ്റ് ഈസ് ഹൗ മച്ച്? 2,000. സോ ഇവിടെ നിന്ന് ഈ ക്വസ്റ്റ്യന് നമ്മൾ എന്ത് ചെയ്തു? എടുത്ത് ഇവിടേക്ക് റൈറ്റ് ചെയ്തു. ഇനി നെക്സ്റ്റ് വൺ പറയുന്നത് പ്രൊജക്റ്റ് വൈൻ്റെ. പ്രോജക്റ്റ് വൈയുടെ ക്യാഷ് ഇൻഫ്ലോസ് നമുക്കറിയാം എത്രയാണ്? ഫസ്റ്റ് ഇയർ 20,000, സെക്കൻഡ് ഇയർ 10,000, തേർഡ് ഇയർ 5,000, ഫോർത്ത് ഇയർ 3,000 ആൻഡ് ഫോർ ദ ഫിഫ്ത്ത് ഇയർ 2,000.
സോ സെയിം തിങ് നമ്മൾ എന്ത് ചെയ്ത് ഇവിടെ എഴുതി പ്രൊജക്റ്റ് വൈന് ഫസ്റ്റ് ഇയർ 20,000, സെക്കൻഡ് ഇയർ 10,000, തേർഡ് ഇയർ 5,000, ഫോർത്ത് ഇയർ 3,000 ആൻഡ് ഫോർ ദ ലാസ്റ്റ് ഇയർ 2,000 എഴുതി. ഇനി നെക്സ്റ്റ് പി വി ഫാക്ടർ എത്രയാണ്? 10% എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 10% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്. 10%, 10/100 പറഞ്ഞു കഴിഞ്ഞാൽ 0.10 അല്ലേ? അപ്പോൾ പി വി ഫാക്ടർ കണ്ടുപിടിക്കാൻ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ് നോക്കിയിട്ടുണ്ടായിരുന്നു. ഫോർ ദ ഫസ്റ്റ് ഇയറിൽ എങ്ങനെയാണ് 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 0.10 ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്രയാണ് കിട്ടുന്നത്? ദാറ്റ് ഈസ് 1 ഡിവൈഡഡ് ബൈ 1.10 ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടും? 0.909 കിട്ടും. ഇവിടെ നോക്കൂ എങ്ങനെയാണ് 1 ഡിവൈഡഡ് ബൈ 1.10, സോ 0.909. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. സെക്കൻഡ് ഇയറിൽ നമുക്ക് 0.826 എങ്ങനെയാണ് കിട്ടിയത്? ഈ 0.909 ഡിവൈഡഡ് ബൈ 1.10. ഇവിടെ നോക്കുക 0.909 ഡിവൈഡഡ് ബൈ 1.10. അപ്പോൾ ഇവിടെ നോക്കൂ 0.909 ഡിവൈഡഡ് ബൈ 1.10. സോ ദാറ്റ് നമുക്ക് എത്ര കിട്ടിയിരിക്കുന്നത്? 0.826. ഇവിടെ നോക്കൂ 0.826. ഇൻ ദ തേർഡ് ഇയർ നമുക്ക് എങ്ങനെയാണ് കിട്ടേണ്ടത്? 0.826 ഡിവൈഡഡ് ബൈ 1.10. ഓക്കെ, സോ നമുക്ക് എത്ര കിട്ടും? 7.51. ഇൻ ദ നെക്സ്റ്റ് ഇയർ നമുക്ക് എങ്ങനെയാണ് കിട്ടുക? 0.751 ഡിവൈഡഡ് ബൈ 1.10. അപ്പോൾ നമുക്ക് 0.683 കിട്ടും. ഇനി അതിൻ്റെ നെക്സ്റ്റ് ഇയർ 0.683 ഡിവൈഡഡ് ബൈ 1.10. സോ നമുക്ക് 0.2621 കിട്ടും. അങ്ങനെ 5 ഇയേഴ്സ് നമ്മൾ എന്ത് ചെയ്തു? ഡിസ്കൗണ്ട് ഫാക്ടർ എഴുതി. ഇനി നെക്സ്റ്റ് വൺ ഇ. അപ്പോൾ ഇതുവരെ ഉള്ളത് നമുക്ക് ക്വസ്റ്റ്യൻ നമ്മൾ റൈറ്റ് എടുത്ത് നോക്കി എഴുതി. ഇനി നെക്സ്റ്റ് നമ്മൾ മെയിൻ പാർട്ടിലേക്ക് പോവുകയാണ്. ദാറ്റ് ഈസ് നമുക്ക് എന്താ കണ്ടത്? പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ ഓഫ് പ്രൊജക്റ്റ് എക്സിൻ്റെ ക്യാഷ് ഇൻഫ്ലോ. നമുക്ക് ഈ ക്യാഷ് ഇൻഫ്ലോ നമുക്ക് തന്നിട്ടുണ്ട്. ഇതിൻ്റെ ഇന്നത്തെ പ്രസൻറ്റ് വാല്യൂ മൂല്യം എത്രയാണ്? ഒരു വർഷം കഴിഞ്ഞാലാണ് 5,000 റുപ്പീസ് നമുക്ക് കിട്ടാൻ പോകുന്നത് അല്ലേ? അപ്പോൾ ആ 5,000 ഇന്നത്തെ പ്രസൻറ്റ് വാല്യൂ എത്രയാണ്? അതേപോലെ 2 വർഷം കഴിഞ്ഞാൽ നമുക്ക് 10,000 കിട്ടുന്നുണ്ട്. ആ 10,000 ഇന്നത്തെ പ്രസൻറ്റ് വാല്യൂ എത്രയാണെന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കണക്കാക്കാൻ പോകുന്നത്, കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പ്രസൻറ്റ് വാല്യൂ നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ഈ പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ബി ഇൻറ്റു ഡി അല്ലേ? ബി പറഞ്ഞാൽ ക്യാഷ് ഇൻഫ്ലോ. ഈ ക്യാഷ് ഇൻഫ്ലോ ഇൻറ്റു ഡിസ്കൗണ്ട് ഫാക്ടറായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഈ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബി ഇൻറ്റു ഡി. ബിയും ഡിയും നമ്മൾ എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. സോ ഇൻ ദ ഫസ്റ്റ് ഇയർ ഇറ്റ് വിൽ ബി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? 5,000 ഇൻറ്റു 0.909 ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര കിട്ടും? 4,545. ഓക്കെ, ഇൻ ദ സെക്കൻഡ് ഇയർ 10,000 ആണ്. സോ 10,000 ഇൻറ്റു 0.826, സോ ദാറ്റ് യു വിൽ ഗെറ്റ് 8,260. തേർഡ് ഇയർ നമുക്ക് എത്രയാണ് ഈ ക്യാഷ് ഇൻഫ്ലോ എക്സിന്? 10,000 ഇൻറ്റു 0.751, യു വിൽ ഗെറ്റ് ഹൗ മച്ച്? 7,510. In the fourth year, your cash inflow is how much? 3,000 for x. 3,000 you have to multiply with 0.683, so that you will get 2,049. In the fifth year, your cash inflow of x project x is 2,000. So 2,000 you have to multiply with 0.621, so that you will get 621. അപ്പോൾ ക്യാഷ് ഇൻഫ്ലോ ഓഫ് പ്രൊജക്റ്റ് എക്സിൻ്റെ കിട്ടിക്കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് ക്യാഷ് ഇൻഫ്ലോ ഓഫ് പ്രൊജക്റ്റ് വൈ. ഈ പ്രൊജക്റ്റ് വൈയുടെ ക്യാഷ് ഇൻഫ്ലോ എത്രയാണെന്ന് നോക്കണം. ദാറ്റ് ഈസ് എഫ് ഈക്വൽ ടു നമുക്ക് ഏതൊക്കെയാണ്? ഇ ഇൻറ്റു ഡി ആണ്. ഈ പ്രൊജക്റ്റ് വൈയുടെ മൾട്ടിപ്ലൈ വിത്ത് ഡിസ്കൗണ്ട് ഫാക്ടർ പി വി ഫാക്ടറായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ എഫ് ഈക്വൽ ടു എന്താണ്? സി ഇൻറ്റു ഡി അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ ഓഫ് പ്രൊജക്റ്റ് വൈഡ് നമ്മൾ നോക്കുകയാണ്. ദാറ്റ് ഈസ് ഫസ്റ്റ് ഇയറിൽ പ്രൊജക്റ്റ് വൈന് ഒരു വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്ന ഇൻകം എത്രയാണ്? 20,000. നെക്സ്റ്റ് ഇയറിൽ ആ 20,000 ഇന്നത്തെ പ്രസൻറ്റ് വാല്യൂ എത്രയാണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ അതെങ്ങനെയാണ് നോക്കേണ്ടത്? 20,000 യു ഹാവ് ടു മൾട്ടിപ്ലൈ വിത്ത് ദ പി വി ഫാക്ടർ. ഈ പി വി ഫാക്ടറായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം ഓഫ് ക്യാഷ് ഇൻഫ്ലോ ഓഫ് പ്രൊജക്റ്റ് വൈ. അപ്പോൾ പ്രൊജക്റ്റ് വൈയുടെ ക്യാഷ് ഇൻഫ്ലോനെ പി വി ഫാക്ടറായിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാൻ പോവുകയാണ്. സോ ആസ് ടു ഗെറ്റ് ദ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ്
inflow, present value of cash inflow കിട്ടാൻ വേണ്ടി. So for the first year it is 20,000, so 20,000 into 0.909 you will get 18,180. Okay, in the second year cash inflow of Y is 10,000. You have to multiply this 10,000 with 0.826, so that you will get 8,260. Third year your cash inflow is 5,000, which you have to multiply with 0.751. Third year la present PV factor etrana 0.75, so 5,000 into 0.751, so that you will get 3,755. In the fourth year your cash inflow is 3,000, which you have to multiply with a discount factor of 0.683, so that you will get 2,049. In the fifth year your cash inflow is 2,000. You have to multiply with 0.621, so that you will get how much? 1,242. Okay, 1,242. Okay, now ഈ ക്വസ്റ്റ്യനിൽ ഈ സൊല്യൂഷനിൽ ഇവിടെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ പ്രൊജക്റ്റ് എക്സിന് 2,000 ആണ്. സോ 2,000 യു ഹാവ് ടു മൾട്ടിപ്ലൈ വിത്ത് 0.61 ചെയ്യുന്ന സമയത്ത് how much you will get? 2,000 into 0.621. your answer is 1,242. അപ്പോൾ ഇവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഇവിടെ 621 അല്ല 1,242. change it here. Project X ന് that is for the fifth year it is 2,000 ആണ് cash inflow. അപ്പോൾ 2,000 into 0.621 you will get 1,242, not 621. അപ്പോൾ ആ ഒരു ചെറിയ ചേഞ്ചസ് വരുന്നുണ്ട്, അതൊന്ന് ക്ലിയർ ചെയ്യൂ. ഇനി നെക്സ്റ്റ്, സോ നമുക്കിവിടെ എക്സിൻ്റെയും വൈയുടെയും പ്രസൻറ്റ് ക്യാഷ് ഇൻഫ്ലോ നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞു? കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇവിടെ ഒരു ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ്, ഒരു വർക്കിംഗ് ഉണ്ട്, അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ട്. ഇവിടെ സ്ക്രാപ്പ് വാല്യൂ തന്നിട്ടുണ്ട്. പ്രൊജക്ട് എക്സിന് 1,000, പ്രൊജക്ട് വൈന് 2,000. അപ്പോൾ സ്ക്രാപ്പ് വാല്യൂ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സ്ക്രാപ്പ് വാല്യൂ ക്യാഷ് ഇൻഫ്ലോ ആണ് അല്ലേ? 5 years കഴിഞ്ഞാൽ ഈ പ്രൊജക്റ്റ് നമ്മൾ വിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫണ്ടിനെയാണ് സ്ക്രാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്ക്രാപ്പിൻ്റെയും നമ്മൾ എന്ത് കാണണം? പ്രസൻറ്റ് വാല്യൂ കാണണം, അതിൻ്റെയും ക്യാഷ് ഇൻഫ്ലോ നമുക്ക് കാണണം. അപ്പോൾ ഇവിടെ 5th ഇയറിന് ശേഷം ഇവിടെ 5th ഇയറിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുക? സ്ക്രാപ്പ് പറഞ്ഞു കൊടുക്കുക. പ്രൊജക്ട് എക്സിന് എത്രയാണ് സ്ക്രാപ്പ്? ഹിയർ യു സി 1,000, സോ 1,000 എഴുതുക. പ്രൊജക്ട് വൈന് എത്രയാണ് സ്ക്രാപ്പ്? ഹിയർ യു സി 2,000 ഇസ് യുവർ സ്ക്രാപ്പ് വാല്യൂ, സോ 2,000 എഴുതുക. ഇനി ഇതിൻ്റെ ഡിസ്കൗണ്ട് ഫാക്ടർ നോക്കാം. 5th ഇയറിൽ നമുക്ക് ഡിസ്കൗണ്ട് ഫാക്ടർ എത്രയാണ്? നമ്മുടെ 10% ഡിസ്കൗണ്ട് ഫാക്ടർ 5th ഇയറിന് 0.621. സെയിം 0.621 ആണ് നമുക്ക് എടുക്കേണ്ടത്. കാരണം 5 yearsന് ശേഷമാണ് നമുക്ക് 1,000 rupees പ്രൊജക്ട് എക്സ് എന്ന് കിട്ടാൻ പോകുന്നത് അല്ലേ, സ്ക്രാപ്പ് വാല്യൂ ആയിട്ട്. അപ്പം അന്ന് 1,000 കിട്ടുന്നത് ഇന്നത്തെ അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ എത്രയാണെന്നുള്ളത് കണക്കാക്കണം. സോ അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ എത്രയാണ്? 6,000 into 0.621 ചെയ്യുമ്പോൾ 621. ഓക്കെ, ഇനി അതേപോലെ സ്ക്രാപ്പ് വാല്യൂ ഓഫ് പ്രൊജക്ട് വൈന് വന്നിട്ട് എത്രയാണ്? 2,000 ആണ്. സോ ഈ 2,000 നമ്മൾ എന്ത് ചെയ്യുക? അതിൻ്റെ ഇന്നത്തെ പ്രസൻറ്റ് വാല്യൂ കാണണം. സോ 2,000 into 0.621 ചെയ്തപ്പോൾ 1,242. അപ്പോൾ ഇതേപോലെ ഇപ്പോൾ ഇവിടെ പുതിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ്, സ്ക്രാപ്പിൻ്റെയും നമ്മൾ എന്ത് ചെയ്യണം? പ്രസൻറ്റ് വാല്യൂ കാണണം, എന്നിട്ട് അത് ടോട്ടൽ ചെയ്യണം. സോ ടോട്ടൽ പ്രസൻറ്റ് വാല്യൂ ചെയ്യുക. ടോട്ടൽ പ്രസൻറ്റ് വാല്യൂ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ 5 yearsത്തെയും ഇൻക്ലൂഡിങ് സ്ക്രാപ്പിൻ്റെയും എന്ത് ചെയ്യുക? ടോട്ടൽ ചെയ്യുക. ഓക്കെ, അപ്പോൾ ടോട്ടൽ ഇവിടെ ചിലപ്പോൾ മിസ്റ്റേക്ക് വരാൻ ചാൻസ് ഉണ്ട്. കാരണം ഇവിടുത്തെ ഒരു ചെറിയൊരു എമൗണ്ടിൽ ഡിഫറൻസ് വന്നിട്ട് ഡിഫറൻസ് ഉണ്ടാവും. സോ ഇവിടെ നമ്മൾ പ്ലസ് ചെയ്യുമ്പോൾ പ്രൊജക്ട് എക്സിൻ്റെ പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് 4,545 പ്ലസ് 8,260 പ്ലസ് 7,510 പ്ലസ് 2,049 പ്ലസ് 1,242 plus 621, so that your present value is 24,227. അതിൽ ചേഞ്ച് ഇല്ല. സോ ടോട്ടൽ പ്രസൻറ്റ് വാല്യൂ എന്താണ്? ഇതെല്ലാം കൂടെ ടോട്ടൽ ചെയ്യുക. ഫോർ ദ 5 years ക്യാഷ് ഇൻഫ്ലോയുടെ പ്രസൻറ്റ് വാല്യൂ പ്ലസ് സ്ക്രാപ്പിൻ്റെ എന്ത് ചെയ്യുക? പ്ലസ് ചെയ്യുക. സോ ദാറ്റ് ഫോർ പ്രൊജക്ട് എക്സ് എത്രയാണ് കിട്ടിയിരിക്കുന്നത്? ടോട്ടൽ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ, സോ പ്രൊജക്ട് എക്സിൻ്റെ കിട്ടി. ഇനി പ്രൊജക്ട് വൈഡും ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യുക? ഫോർ ദ 5 years ഇൻക്ലൂഡിങ് സ്ക്രാപ്പും എന്ത് ചെയ്യുക? ടോട്ടൽ ചെയ്യുക. സോ ദാറ്റ് യുവർ ടോട്ടൽ വിൽ ബി ടോട്ടൽ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ ഓഫ് പ്രൊജക്ട് വൈ ഈസ് 34,728. ഇപ്പോൾ നമുക്ക് പ്രസൻറ്റ് വാല്യൂ കിട്ടിക്കഴിഞ്ഞു.
ഇനി നമുക്ക് നോക്കട്ടെ എൻ പി വിയുടെ ഫോർമുല എന്താണ്. വാട്ട് ഈസ് ദ ഫോർമുല ഫോർ എൻ പി വി? പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ, ടോട്ടൽ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ മൈനസ് പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ. ഓക്കെ, അപ്പോൾ ഇവിടെ ടോട്ടൽ പ്രസന്റ് വാല്യൂന്ന് എന്ത് ഡിഡക്ട് ചെയ്യണം? പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ എന്ത് ചെയ്യണം? ഡിഡക്ട് ചെയ്യണം, മൈനസ് ചെയ്യണം. സോ ഈച്ച് പ്രൊജക്റ്റ് ക്യാഷ് ഔട്ട്ഫ്ലോ എന്ന് പറയുന്നത് എന്താണ്? ഈ പ്രൊജക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് പറയുന്നത്, ദാറ്റ് ഇസ് ക്യാഷ് ഔട്ട്ഫ്ലോ പറയുന്നത് എത്രയാണ്? 20,000 ഫോർ പ്രൊജക്ട് എക്സ്, 20,000. പ്രൊജക്ട് വൈ ഇറ്റ് ഈസ് 30,000. സോ നമ്മൾ പ്രൊജക്ട് എക്സിന് 20,000 എഴുതി, പ്രൊജക്ട് വൈന് 30,000 എഴുതി. സോ ടോട്ടൽ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോന്ന് പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ എന്ത് ചെയ്യുക? ഡിഡക്ട് ചെയ്തു. സോ എൻ പി വി എന്ന് പറയുന്നത് പ്രൊജക്ട് എക്സിന് ഇവിടെ 24,227 മൈനസ് 20,000 ചെയ്തപ്പോൾ എൻ പി വി ഫോർ പ്രൊജക്ട് എക്സ് ഈസ് 4,227. ഇനി ഫോർ പ്രൊജക്ട് വൈ 34,728 is the present value of cash inflow. അതിൽ നിന്ന് present value of cash outflow എത്രയാണ്? 30,000 ഡിഡക്ട് ചെയ്യാണ്. സോ 34,728 മൈനസ് 30,000 ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി? 4,728. സോ നെറ്റ് പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ, നെറ്റ് പ്രസന്റ് വാല്യൂ ഓഫ് പ്രൊജക്ട് എക്സ് ഇസ് 4,227, whereas for project y it is 4,728. അപ്പോൾ എൻ പി വി കിട്ടിക്കഴിഞ്ഞു. ഇനി വാട്ട് ഈസ് അവർ നെക്സ്റ്റ് സ്റ്റെപ്പ്? ഡിസിഷൻ മേക്കിംഗ് ആണ്. നമ്മൾ ഡിസിഷൻ എടുക്കണം. ഇതിൽ ഈ പ്രൊജക്ട് എക്സിലും പ്രൊജക്ട് വൈയിലും വിച്ച് പ്രൊജക്ട് യു ഹാവ് ടു സെലക്ട് ആസ് പെർ ദ എൻ പി വിയുടെ റൂൾ അനുസരിച്ച്. വിച്ച് പ്രൊജക്ട് ഈസ് ഹാവിംഗ് ദ ഹയസ്റ്റ് എൻ പി വി, ദാറ്റ് പ്രൊജക്ട് വി വോണ്ട് ടു സെലക്ട് അല്ലേ. അപ്പോൾ രണ്ടും കൂടെ കമ്പാരിസൺ ചെയ്യുമ്പോൾ ഏറ്റവും ഹയസ്റ്റ് ഏതാണോ ആ പ്രൊജക്റ്റ് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? സെലക്ട് ചെയ്യാൻ. അപ്പോൾ എൻ പി വി കമ്പയർ ചെയ്യുമ്പോൾ project y is higher than the project x. project x നെക്കാളും highest ഏതിനാണ്? project y നാണ്. project y ന് 4,728, ഇവിടെ 4,228. അപ്പോൾ ഇതിൽ ഏതാണ് highest? project x, sorry, project y is having the highest NPV. highest NPV ഏതിനാണ്? higher NPV project y നാണ്. so it is better to select the project y, being project y is having more NPV. പ്രൊജക്ട് എക്സിനേക്കാളും കൂടുതൽ NPV ഉള്ളത് പ്രൊജക്ട് വൈ നാണ്. അതുകൊണ്ട് പ്രൊജക്ട് വൈ ഈസ് പ്രിഫറബിൾ. പ്രൊജക്ട് വൈ ആണ് പ്രിഫറബിൾ. അതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? സെലക്ട് ചെയ്യേണ്ടത്. ഇസ് ദാറ്റ് ക്ലിയർ?